ആചാരപ്പെരുമയുമായി കാടിന്റെ മക്കൾ കുറിയും രാജകുടുംബാംഗങ്ങൾക്ക് ഓണക്കാഴ്ചയുമായി എത്തി. അഗസ്ത്യാർകൂട് വനത്തിലെ 100 പേരടങ്ങിയ വനവാസി സമൂഹമാണ് കവടിയാർ കൊട്ടാരത്തിൽ ഓണക്കാഴ്ചയുമായി എത്തിച്ചത്. മുളംകുറ്റിയിൽ നിറച്ച ചെറുതേനും കാട്ടുവിഭവങ്ങളും ഈറ്റയിൽ നെയ്ത കരകൗശല സാധനങ്ങളും കുട്ടയും വട്ടിയുമായാണ് കവടിയാർ കൊട്ടാരത്തിൽ ഇക്കുറിയും അവർ എത്തിയത്. അഗസ്ത്യാർകൂട വനമേഖലയിലെ 100 പേരടങ്ങുന്ന വനവാസി സമൂഹം കവടിയാർ കൊട്ടാരത്തിലായി ഓണക്കാഴ്ച നൽകുന്നൊരു കാഴ്ചയാണ് എൻ്റെ പുറകിലായി ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവർ. എല്ലാ വർഷവും ഇതുപോലെ കവടിയാർ കൊട്ടാരത്തിലേക്ക് അവരുടെ കൈകളാൽ ഉണ്ടാക്കിയെടുത്ത അവരുടെ സ്വന്തം ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ കവടിയാർ കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ചവെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇവരുടെ സമൂഹത്തിൽ പണ്ട് മുതലേ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമായിരുന്നു. ആ ആചാരം ഈ വർഷവും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 100 പേരടങ്ങുന്നവരാണ് ഈ ഒരു കൊട്ടാരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോട്ടൂർ വനമേഖലയിൽ നിന്നുള്ള ആളുകളാണ് ഇവരെല്ലാവരും. ഇവർ ഇന്ന് ഈ രാവിലെയോടുകൂടി കോട്ടൂരിൽ നിന്ന് തിരിച്ച് ഇവിടെ കുറച്ച് സമയം മുൻപ് എത്തിച്ചേരുകയും ശേഷം ആ ഒരു സ്മൃതി മണ്ഡപത്തിൽ പൂജകൾ അർപ്പിച്ച ശേഷമാണ് കവടിയാർ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ഇവിടെ പാർവതി ലക്ഷ്മിബായി തമ്പുരാട്ടിക്കും മറ്റുള്ളവർക്കുമായി തങ്ങളുടെ കൈകളാൽ ഉണ്ടാക്കിയെടുത്ത കപ്പക്കൊലകളും അതുപോലെ തന്നെ തേനുമൊക്കെ തന്നെ ഇവരുടെ കൈകളിലേക്ക് നൽകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കവടിയാർ കൊട്ടാരത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ചിങ്ങം ഒന്നോടുകൂടി തന്നെ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ ഈ ഒരു ആചാരം എല്ലാ വർഷവും ഈ ഒരു ആചാരം തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷവും അതുപോലെ ഈ ആചാരം തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 100 പേരടങ്ങുന്നവരാണ്. ഇനി ഇവർ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച ശേഷം അവർ നൽകിയ സാധനങ്ങളുടെ എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഇവർ ഇതെല്ലാം ചെയ്തെടുത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് എല്ലാ വർഷവും നൽകുന്ന ഒരു ഇതാണ് ഇവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ നിതിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.